ആ കോയമാണ്. ആളിന്ന് വിളിച്ചോക്കാം. കൊണ്ടോട്ടിലല്ലേ? കൊണ്ടോട്ടിലെ 50 സെന്റ് അതെന്നാ വിലക്ക് അവിടെ ഉണ്ടല്ലോ. ഇതന്നെ ഇരിക്കപ്പോ. ഞാനിപ്പോ ഒരു പറമ്പ് എടുക്കാൻ വന്നിക്കാണ്. ഒരു പാർട്ടി വരാറിഞ്ഞിട്ടേ. അതെ. ഞാൻ പിന്നെ വിളിക്കാം. പാർട്ടി എത്തിയുണ്ട്. ബസ്സിന് വന്ന് ഇതാണോ സ്ഥലം? ഉമ്മ ഓട്ടോസ് വരില്ല ഇങ്ങോട്ട് റോഡിന്? വണ്ടി വരുന്ന വണ്ടികൾ ഇല്ല, ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് വിട്ടേ. അപ്പൊ പിന്നെ സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായോ? ഇല്ല, ഇവിടെ എത്തിയിട്ട് നിങ്ങൾ വിളിക്കാന്ന് വിചാരിച്ചപ്പോ നിങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് പറഞ്ഞ സ്ഥലം. മൊത്തത് 57 സെന്റ് ഉണ്ട്. ബാക്കിൽ കുളമുണ്ട്. വരും കാണിക്കാം, കണ്ടോളി. വീടല്ലേ പിന്നെ ഇവിടെ കുളം? പുറകിലുണ്ട്. പിന്നെ ബാക്കിലേ വീടുണ്ട്. ഇത് മൊത്തം 57 സെന്റ്. ഇതില് തെങ്ങാണ് കൂടുതലല്ലേ? തെങ്ങുണ്ട്, കായ്ക്കണ തെങ്ങനൊക്കെ. ഞാൻ ബസ്സിൽ വിളിച്ചിരുന്നു, ഇന്നലെ വിളിച്ചിരുന്നു. പറഞ്ഞാ ഇക്കാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നടന്ന് കണ്ടോളി. അതാണ് തെങ്ങൊക്കെ. അല്ല, ഞാൻ നിങ്ങള് സ്ഥലത്തിന്റെ ഇത് വാട്സപ്പിൽ ഇട്ടെന്നിരുന്നല്ലോ. പറമ്പ് സൂപ്പർ പറമ്പാ. പൈസ കൊടുത്തോളാൻ പറഞ്ഞു. അഡ്വാൻസ് ഒരു ടോക്കൺ പറഞ്ഞത് ഞാൻ. കണ്ടോളി, പറമ്പ് കണ്ടോളി. വെട്ടി തെളിക്കാനൊക്കെ ഇട്ടേക്കുന്നത് അല്ല, അത് ആളെ വെച്ചിട്ട് ഒരു മെഷീൻ വെച്ചിട്ട് കട്ടയുള്ള ഇതല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ അമ്മ. ചിലപ്പോ അടുത്തെവിടത്തെങ്കിലൊക്കെ ആയിരിക്കുള്ളൂ. പിന്നെ ഇവിടെ നോക്കിയേ, തൊട്ടടുത്ത് പാടാണ്. ശുദ്ധമായ കാറ്റിട്ടും പിന്നെ നല്ല അയൽവാസികൾ ഇവിടെ ഒക്കെ നടത്തിയ നമ്മുടെ കൂട്ടർ തന്നെ. ആൾത്താമസം ഉണ്ടോ? പിന്നെ ഒക്കെ നമ്മുടെ കൂട്ടർ തന്നെ. എന്നാ മോളൊരു കാര്യം ചെയ്യും, ഇസ്മയിലിട്ട് അഡ്വാൻസ് കൊടുത്താലേ ടോക്കൺ പൈസ തരാം. കുഴപ്പമില്ല. ഞാൻ 5000 ഉണ്ടത്. ഇല്ലതാ ടോക്കൺ പൈസ കൊടുക്കണ്. ഏകദേശം റെഡിയായി. നാട്ടുകാരാണ്, ആർക്കും മോശം പോലെ പറമ്പിനെ പറ്റിട്ടേ. അല്ലെ, അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. പോരെ പോരി. ഈ സ്ഥലം നിങ്ങൾ എടുക്കണ്ട. ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമാണ്. ആ കാണുന്ന മാവില്ലേ, അതിന്റെ മേലെ 3 ആള്, അതായത് ഒരു ഫാമിലി മൊത്തം തൂങ്ങിയതാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലം പോവാത്തത്. അത് ഭയങ്കര ഉഡായിപ്പാണ്. അപ്പൊ അതാണ് ഇത്ര സ്ഥലത്തിന് ഇത്ര വില കുറവായിട്ട്. ഭയങ്കര ഉഡായിപ്പാണ്. പാർട്ടിക്കാരനെ ഏൽപ്പിച്ചത്. ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റിന്റെ ടീം എടുത്താണ്, കമ്പനി എടുത്താണ്. അത് പോണില്ല. അത്രയും പെട്ടെന്ന് തടിഞ്ഞു. ഇവിടെ പല ടീമും കൊണ്ടല്ലുണ്ട്. അതെ അതെ, ചതിയില് പെട്ടാൻ കിട്ടുമ്പോ. അതെ, അവര് വന്നിട്ട് കച്ചവടം ടോക്കൺ തരികയാണ്. അക്കൊക്കെ കാണാം. വൈകിട്ട് കോയനെ കടന്ന് കാണാം. ഓക്കെ പീക്കെ. അതെ, അല്ല തരാ. ഞങ്ങളെ കഴിഞ്ഞിട്ട് പറയാം. അഡ്വാൻസ് തരാൻ വേണ്ടി. എന്തപ്പോ അങ്ങനെ പോനാരോ? ഇല്ല, ഒന്നുമില്ല. ഞാന് കാനോട് ഒന്നുകൂടി സംസാരിക്കട്ടെ, എന്നിട്ട്. വിളിച്ചല്ലേ, ഇന്നലെ പറഞ്ഞല്ലേ? അത് കുഴപ്പമില്ല. ഞങ്ങള് ഒന്നുമില്ലേ. പിന്നെ ഞങ്ങളിവിടെ കൊണ്ടു കൊടുക്കാൻ കൊണ്ടെന്താ? നിങ്ങൾക്ക് എന്താ ഇതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ലേ? എന്താണ് ചങ്ങായി ഇങ്ങനെ? ഈ ഒരു നല്ല ഫാമിലിനെ കൊണ്ട് ഈ സ്ഥലത്തിനെ കുറിച്ച് എനിക്ക് എല്ലാം അറിഞ്ഞല്ലോ. ഇങ്ങനെ കൊണ്ട് കൊടുക്കേണ്ട ആവശ്യം എനിക്ക് എന്തിന്റെ കാറ്റാണ് ഇങ്ങയെ? ഫുള്ള് ഉഡായിപ്പായിരുന്നു. ഇപ്പൊ ഈ ഉഡായിപ്പ എനിക്ക് 3-4 ടീമിനോട് കൊടുന്ന് കാണിച്ചിട്ട് ഉഡായിപ്പ് കളിച്ചിട്ടുണ്ട്. ഈ സ്ഥലം പോകില്ല എനിക്ക് നന്നായിട്ട് അറിഞ്ഞല്ലേ. നല്ല കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞല്ലേ. 3 അവിടെ പോയതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് വേറെ ടീം എടുത്തിട്ട് കച്ചവടമായി പോവായിട്ട് ഇപ്പൊ എന്നെ ഏൽപ്പിച്ചോ ഈ പരിപാടിക്കല്ലേ? ഒരു അനക്കെന്താ പണി?
എനിക്കെന്താ പണി നോക്കേണ്ട ആവശ്യമില്ല. ആ പിന്നെ ഞങ്ങൾ നാട്ടുകാരാണ്. എന്താ കുടിക്കിട്ട് എനിക്ക് ഞാനൊരു കച്ചവടം ഉണ്ടാക്കുമ്പോ കലിച്ചനൊക്കെ ഇങ്ങനത്തെ കച്ചവടം എനിക്ക് വേണ്ട. ഇന്റെ കച്ചവടം ഞാൻ നോക്കിക്കോളൂ. വർത്താൻ എന്നെ കൊണ്ട് സമ്മതിപ്പിക്കില്ല ഇവിടെ കളിയിൽ ചേട്ടാ. എന്ത് തമ്മിക്കുലെന്ന് ഒരങ്ങനായിട്ട് മൂന്നോ അടിച്ച് കുടിക്കുന്നായി. എന്നാ നയിച്ചിനെ സമ്മതിക്കാത്തണ്ടാ ജി ഞാനൊക്കെ ഇങ്ങനെ കൈ കിട്ടും പറഞ്ഞുതരാം. ഒരു കച്ചവടം നടക്കുന്നിടത്തേക്ക് കോപ്പട്ടാക്കി വരിക. ആ പിടിച്ചാണ് മുക്കി കയറ്റും. ഭാഗ്യട്ടോ ഉമ്മ രക്ഷപ്പെട്ടു നമ്മള്. ഇപ്പൊ ആ കുടുക്കില് വന്ന് ചകന എന്തോ ഭാഗ്യത്തിന്. പിന്നെ അമ്പത് സെന്റ് വേണ്ട, നല്ല പ്ലോട്ടാണ്. ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ട്. നിങ്ങൾ പണങ്ങല്ലേ? അല്ല വേറെ നോക്കി അതാ പറഞ്ഞത്. പറഞ്ഞിട്ട് പോയി നല്ല കൊളക്കടപ്പ് ഓനെ കക്കൂസിന്റെ ബ്രഷ് പോലത്തെ ഒരു താടിയും വെച്ചിട്ട് ഒരു പന്നി കരി വെച്ചപ്പോ മുടക്കാൻ വന്നിട്ട് കച്ചവടം നല്ലൊരു കണ്ടം പറമ്പ്.